ഉടമ്പടിയുടെ ജീവിതം ആസ്വദിക്കുക. ഉൽപ്പത്തി 6:18. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. 2 കൊരിന്ത്യർ 1:20. എന്തെന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ മുഖാന്തരം ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവൻ മുഖാന്തരം ദൈവത്തിന് ആമേൻ എന്ന് തന്നെ. നമ്മുടെ ക്രിസ്തീയ ജീവിതവും സഭാ ജീവിതവും തികച്ചും ഒരു ഉടമ്പടിയുടെ ജീവിതമാണ്. നാം ഉടമ്പടിയുടെ കീഴിലാണ്. പുതിയ നിയമത്തിൽ വാക്യങ്ങൾ തോറും നാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കണ്ടെത്തുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾക്കും ഒരു വാക്യമുണ്ട്. നാം ദൈവത്തിന്റെ ഉടമ്പടി മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു സംഭവിച്ചാലും ആശ്രയിക്കുവാനും ജീവിക്കാനുമുള്ള വാഗ്ദാനമായി ഒരു വാക്യം ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിൽ എങ്ങനെ ജീവിക്കണമെന്ന് നാം എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ബോധ്യങ്ങളുടെയും അനുഭൂതികളുടെയും സാഹചര്യങ്ങളുടെയും മേഘങ്ങൾ നമ്മെ ഭീഷണിപ്പെടുത്തുകയോ നാം അവയാൽ ഭയപ്പെടുകയോ ചെയ്യരുത്. നാം ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിലാണ്, പൂർണ്ണമായും അവന്റെ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. ഇനി ഒരു ശിക്ഷാവിധിയോ ന്യായവിധിയോ ശാപമോ നമുക്കില്ല. നമ്മുടെ മരണത്തെ നമ്മുടെ കർത്താവ് ഇല്ലാതാക്കി. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നോ ഭയപ്പെടേണ്ട ആവശ്യം ഇനിയില്ല. ഇരുണ്ടതോ പ്രതിലോമമായതോ ഒരു കാര്യവും നമ്മെ ഇനി ഭീഷണിപ്പെടുത്തരുത്. നാം ഉടമ്പടി നൽകപ്പെട്ട ജനമാണ്. എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള വാഗ്ദാനത്തിന്റെ ഒരു വാക്യം നമുക്കുണ്ട്. നാം ഉടമ്പടിയുടെ കീഴിൽ പരാജയം, ബലഹീനത, അന്ധകാരം അല്ലെങ്കിൽ പ്രതിലോമ കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും വേണം. രക്തത്താൽ തളിക്കപ്പെട്ട ഉടമ്പടിയുടെ കീഴിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നാം ഉടമ്പടി ലഭിച്ച ജനമാണ്. നമ്മുടെ മുമ്പിൽ മേഘവും വെള്ളപ്പൊക്കവുമില്ല, ജീവൻ മാത്രമാണ്. ശാപമില്ല, നമുക്ക് അനുഗ്രഹം മാത്രമാണ്.